ഇപ്പോൾ ഷിജു ഖാൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ഷിജു ഖാൻ, ഈ അപകടം സംബന്ധിച്ച് അങ്ങേക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? ഞാനിവിടെ നെടുമങ്ങാട് ആശുപത്രിയിലാണ്. നെടുമങ്ങാട് ഈ ഇരിഞ്ചയത്ത് ആക്സിഡന്റ് നടന്ന് അവരെ എല്ലാം കൊണ്ടുവന്ന നെടുമങ്ങാട് ആശുപത്രിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരായിട്ടുള്ള സഖാക്കൾ വിളിച്ചതനുസരിച്ചാണ് ഞാൻ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോ നിരവധി പേരെ ഈ ഇരിഞ്ചയം എന്ന് പറയുന്ന നെടുമങ്ങാട് തമ്മിൽ ഒരു 5-6 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അവരെ ഈ ഒരു ബസ് കീഴ്മേൽ മറിഞ്ഞ് അപകടം പറ്റി എന്നുള്ള നിലയിലേക്ക് അവരെ ഇവിടെ കൊണ്ടുവന്ന് ചോര വാർന്നൊലിക്കുന്ന ആളുകളാണ്. വ്യത്യസ്ത പ്രായക്കാരാണ്. കുടുംബ ടൂർ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ അവരെ കൊണ്ടുവന്ന ഉടൻ ഇവിടെ പിന്നെ ഇവിടെ ആശുപത്രി, നമ്മുടെ പോലീസ് സംവിധാനവും എല്ലാം വളരെ സജീവമായി ഇടപെട്ട് അതിലെ പ്രാഥമികമായിട്ടുള്ള ഒരു ശുശ്രൂഷ കൊടുത്ത ശേഷം അവരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയവരടക്കം അതിലുള്ളത് കൊണ്ട് തന്നെ അവരെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നതിന് ആവശ്യമായ ക്രമീകരണം ചെയ്തു. അപ്പൊ തന്നെ ഡിവൈഎഫ്ഐ അടക്കമുള്ള നിരവധി സംഘടനകളുടെ ആംബുലൻസുകളും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ ക്രമീകരിച്ചു. അതനുസരിച്ച് ഇവിടെ വന്നിട്ടുള്ള 20-ലധികം പേരെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. പിന്നെ ചിലരെ ഇവിടെ തന്നെ ചികിത്സ കൊടുക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അവരെല്ലാം ബാക്കി പിന്നെ ഏറ്റവും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP അടക്കം നമ്മുടെ ബഹുമാന്യായിട്ടുള്ള വീണ ജോർജിന്റെ ഓഫീസിലടക്കം ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെയും അടിയന്തര ചികിത്സ കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണം ചെയ്യുന്നുണ്ട്. ഈ നെടുമങ്ങാട് പോലൊരു സ്ഥലത്ത് ഇത്രയും വലിയ ഒരു അപകടം, പ്രത്യേകിച്ച് ഇരിഞ്ചയം റോഡിൽ, ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അത് ഉണ്ടായ ഘട്ടം മുതൽ ഏറ്റവും ഉണർന്ന് എണീറ്റൊരു നാട് ഇങ്ങനെ ഒരു സുരക്ഷ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു അത്യാസന്ന പിന്നമായിട്ടുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി. പിന്നെ ഇപ്പോ വളരെ കുറച്ചു പേരാണ് ഇവിടെ ഇപ്പൊ ആശുപത്രിയിലുള്ളത്. മറിച്ച് വലിയ ചികിത്സ ആവശ്യമുള്ളവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരുപാട് പിന്നെ സമ്മർദ്ദങ്ങളിലൂടെയും ടെൻഷനിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവർക്കും ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ പിന്നെ RDO അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പോലീസ് സംവിധാനം അടക്കം എല്ലാം വളരെ സജ്ജമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇനി അധികം ആരെയും അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. മിക്കവാറും എല്ലാവരെയും കൊണ്ടുവന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, നെടുമങ്ങാട് ആശുപത്രിയിൽ തന്നെ ഉണ്ട്. നിലവിൽ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലല്ലോ അല്ലേ? നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സും അതോടൊപ്പം നഴ്സുമാരും ഒക്കെ തരുന്ന വിവരമാണ്. ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. കാരണം പിന്നെ അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഒരു ഇതുമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ഒരു ദുരന്ത വാർത്തയും വന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കൂടുതൽ സ്ഥിരീകരിച്ചാൽ മാത്രമേ അത് പറയാൻ കഴിയൂ. അപ്പോൾ അത് നിങ്ങളുടെ ബന്ധപ്പെട്ട ലേഖകരോടും ഒക്കെ അതിന്റെ ആധികാരികത ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒരാളെ സംബന്ധിച്ചുള്ള ഒരു ദുരന്തം, ഇത്തിരി പ്രായമായിട്ടുള്ള ഒരു ദുരന്തം നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ സ്ഥിരീകരിച്ചതിന് ശേഷം ഞാൻ ആ കാര്യം വ്യക്തമാക്കാം. എന്തായാലും ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ സൗകര്യവും ഇവിടെ തന്നെ നമ്മുടെ ആശുപത്രി സംവിധാനം, ജില്ലാ ആശുപത്രിയാണ്, കൊടുക്കുന്നുണ്ട്. ഷിജു ഖാനാണ് ഇപ്പോൾ നമ്മളോട് ഈ അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കി തന്നത്.